ഞാൻ ഡോക്ടർ കെ കെ കുഞ്ഞമ്മദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. കഴിഞ്ഞ 15 വർഷമായി മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഒരു വീഡിയോ ഞാൻ പോൺ വീഡിയോ കാണുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു 2ാമത്തെ എപ്പിസോഡ് എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഈ പോൺ വീഡിയോ കാണുന്നതും അതുമായി ബന്ധപ്പെട്ട് ആ കാണുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇന്ന് മറ്റൊരു ആംഗിളിലൂടെ അതിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പയ്യൻ, അയാളുടെ ഭാര്യ, ഈ 2 പേരും കൗൺസിലിങ്ങിനായിട്ട് വന്നു. പ്രശ്നം ഇതായിരുന്നു: വിവാഹം കഴിഞ്ഞ് 1 വർഷമായിട്ടും അവർക്ക് സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ ഏർപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ ഈ പുരുഷൻ ആ പെൺകുട്ടിയെ സംശയിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ അടക്കം വെച്ച് സംശയിക്കുകയും ആ സംശയം ഒരു പാരനോയിയ ഡിസോർഡറിലേക്ക് മാറുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഞാൻ വിശദമായി പരിശോധിച്ചപ്പോൾ ഈ പയ്യൻ ചെറിയ കാലഘട്ടത്തിൽ, കൗമാര കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്യുമായിരുന്നു, പോൺ വീഡിയോ കാണുമായിരുന്നു. അങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചില സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരുന്നു. അങ്ങനെ അയാൾ ജീവിതകാലം മുഴുവൻ, വിവാഹം കഴിക്കുന്നത് വരെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയും പോൺ വീഡിയോ കാണുകയും ചെയ്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ കുട്ടിയെ കാണുന്ന സമയത്ത് എറക്ഷൻ ഇല്ലാതെ വരികയും അങ്ങനെ ഈ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം നേരത്തെ തുടർന്ന രീതികൾ അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തെറ്റായ രീതിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ സാധാരണ ട്രഡീഷണൽ അല്ലാത്ത രീതിയിൽ നടക്കുന്ന മാസ്റ്റർബേഷൻ വലിയ പ്രശ്നങ്ങൾക്കും ഭാവിയിൽ വിവാഹ ജീവിതത്തെ തന്നെ അത് തകർക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്, പ്രത്യേകിച്ച് യുവാക്കളെയും യുവതികളെയും അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇത് എല്ലാവർക്കും ഗുണപ്രദമായി, ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു.